ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് പുതുവത്സര ആശംസകൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡബിൾ കളറിലുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒരു വട്ടയപ്പം ഉണ്ടായി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഡബിൾ കളറിലുള്ള 2 കളറിലുള്ള വട്ടയപ്പമാണിത്. വളരെ സോഫ്റ്റാണിത്. ഞാൻ 2 വട്ടയപ്പത്തിൻ്റെ അളവാണ് ഞാനത് കാണിക്കുന്നത്. നിങ്ങൾക്ക് 1 മതിയെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് 2 കപ്പ് പച്ചരി ഒരു 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്ത് മിക്സിയിൽ ജാറിലിട്ട് കൊടുക്കുന്നതാണ്. 6 മണിക്കൂർ മുമ്പേ കുതിർക്കാൻ വെച്ചിട്ട് എടുത്തിട്ടുള്ള കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. അതിലേക്ക് പിന്നെ 1 കപ്പ് ചെറിയ തേങ്ങ, അതായത് കറുത്ത ഭാഗം ഇല്ലാത്ത രീതിയിൽ എടുക്കാൻ നോക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണിത്. നിങ്ങൾക്ക് ഏലക്കയാണെങ്കിൽ ഒരു 5-6 ഏലക്ക പൊടിച്ചെടുത്താൽ മതി, ചതച്ചെടുത്താൽ മതി. ഇത് അവിലാണ്. 1 കപ്പ് അവിൽ കുതിർത്തെടുത്തതാണ്. വെള്ള അവിലാണെങ്കിൽ അതാണ് നല്ലത്. ആവശ്യത്തിന് അരയാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിന്ന് അരച്ചെടുക്കണം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിലിന് പകരം ചോറ് വേണമെങ്കിലും, വെള്ള അരി ചോറ് വേണമെങ്കിലും നമുക്ക് ആ അളവിൽ ചേർത്ത് കൊടുത്താലും മതി. അവിലില്ലെന്നുണ്ടെങ്കിൽ ചോറ് ചേർത്ത് കൊടുത്താലും മതി. 1 കപ്പ്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒന്ന് പൊങ്ങി വരണം. അതിനായിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. 1.5 മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ വെച്ച് നമുക്കതൊന്ന് യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ പകുതി ഒന്ന് മാറ്റി വയ്ക്കണം. പകുതി ഇതേപോലെ ഒരു ബൗളിലെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ബാക്കി പകുതിയിലേക്ക് 1/2 കപ്പ് ശർക്കര ചീകിയതാണിത്. അതിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു കേക്കിൻ്റെ ടിന്നാണ്. അതിൽ ഒരു വാഴയില വെച്ച് നെയ്യോ എണ്ണയോ തടവി ചുറ്റും ഒന്ന് എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ശർക്കര ചേർത്ത കൂട്ട് ഇത് 2 എണ്ണത്തിൻ്റെ അളവാണ്. പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിന് നല്ല കനത്തിനുള്ള ഒരു വട്ടയപ്പം കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവിയിൽ വേവിച്ചെടുക്കണം. ഇത് അടച്ച് വെച്ചൊരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം മുകളിലൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ആ സമയത്ത് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അതിൽ യോജിപ്പിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരത്തക്ക രീതിയിൽ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. മുകളിലൊക്കെ ഒന്ന് സ്റ്റീം ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ ഇത് പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 വട്ടയപ്പത്തിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ പകുതി ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് പച്ചരിയിലാണെങ്കിൽ 1 എണ്ണത്തിന് തയ്യാറാക്കി എടുത്താൽ മതി. അളവെല്ലാം പറഞ്ഞതിന് പകുതി വീതം അളവെടുത്ത് എല്ലാം തയ്യാറാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഒന്ന് കുത്തി നോക്കിയാൽ ഞാൻ ഇടയ്ക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെന്ന് ഒരു അവസാനം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം വെച്ച് താന്നു പോവും. വേവാറായി വന്നപ്പോഴാണ് ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഇതുപോലെ കുത്തി നോക്കി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. നിങ്ങൾ കുത്തി നോക്കിയിട്ട് എടുക്കുക. നമുക്കിത് തണുക്കാനായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കതിൽ നിന്ന് എടുക്കാനുള്ളത്. അല്പം ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. 2 ലെയറിൽ ടേസ്റ്റി സോഫ്റ്റും ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണിത്. ടേസ്റ്റിയാണ്. ഈ ക്രിസ്മസിനായാലും ന്യൂ ഇയറിനായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം.
പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണിത്. ടേസ്റ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റുമായിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അടുത്തതും ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, അതും പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും നേരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.